പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ മൂർഖൻ പാമ്പ് കയറി. ഇന്ന് രാവിലെ വീടിന് മുന്നിലെ പടിക്കെട്ടിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. കോന്നി RRT സംഘമെത്തി പാമ്പിനെ പിടികൂടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, അങ്ങനെ വന്ന് കളക്ടറുടെ ഔദ്യോഗിക വസതിയിലും പാമ്പ് കയറി എന്നുള്ളതാണ് വിവരങ്ങൾ. ഇന്ന് രാവിലെയോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടത്. കളക്ടർ രാവിലെ വീടിന് മുമ്പിലേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് വീടിന്റെ സിറ്റൗണിനോട് ചേർന്നുള്ള പടിക്കെട്ടിലായിരുന്നു മൂർഖൻ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ RRT സംഘത്തെ വിവരമറിയിച്ചു. വനംവകുപ്പിന്റെ BFO PJ വിൽഫ്രഡിന്റെ നേതൃത്വത്തിലുള്ള കോന്നി RRT സംഘമെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ കളക്ടറായിരുന്ന എസ് പ്രേംകൃഷ്ണൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ആരോഗ്യവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് പോവുകയാണ്. പുതിയ കളക്ടർ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിലവിലുണ്ടായിരുന്ന പ്രേംകൃഷ്ണൻ അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു ദിവസമാണ് ഈ പറയുന്ന രീതിയിൽ വീടിന്റെ മുമ്പിൽ ഒരു പാമ്പിനെ കണ്ടത്. മൂർഖൻ പാമ്പിനെയാണ് കണ്ടത്. പാമ്പ് കളക്ടറിനെ യാത്രയാക്കാൻ വന്നതാണെന്നൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങേറ്റം ഗൗരവതരമാണ്. കാരണം ഇതിനെ കാണാതെയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഒരുപക്ഷെ പാമ്പിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായേനെ. എന്തായാലും കളക്ടർ ഭാഗ്യത്തിന് പാമ്പിനെ കണ്ടു. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരമറിയിച്ചു. RRT സംഘമെത്തി പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു. പ്രജിൻ, അമൃത. ശരി, ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.